ചില സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പത്രോസിലെ സഭയുടെ അധിപനായിട്ട് കർത്താവ് നിയമിക്കുന്ന രംഗമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതായത് പത്രോസിലേക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബഹുമതി കൊടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണ്? ഈശോ സ്ഥാപിച്ച സഭയുടെ അധിപനായിട്ട് പത്രോസിലേക്ക് ഉയർത്തുകയാണ്. ഈ ഉയർത്തുമ്പോൾ ഇത്രയും വലിയൊരു സ്ഥാനം പത്രോസിലേക്ക് കൊടുക്കുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, 3 തവണ അത് ചോദിക്കുന്നുണ്ട്, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയൊരു പദവി ദൈവം ഒരാൾക്ക് നൽകുമ്പോൾ അയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷഭാഗം നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്ഥാനത്തിന് പോലും ഒരു ക്വാളിഫിക്കേഷൻ മാർക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എത്രമാത്രം തിരികെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. പത്രോസിലെ 3 തവണ ഈശോയെ തള്ളി പറഞ്ഞതാണ്, മരണത്തിന്റെ സമയത്ത് ഈശോയെ വിട്ടുപിരിഞ്ഞ് ഓടിപ്പോയതാണ്. എന്നിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നിയ ഒരു വ്യക്തിയെ ദൈവം എന്തുമാത്രം തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്ന് വെളിവാക്കുന്നതാണ് പത്രോസിയുടെ ജീവിതം. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷഭാവം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പത്രോസിനോട് ഈശോ ചോദിച്ച ആ ഒരു ചോദ്യം നമ്മളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നീ ഇവരെക്കാളും അധികമായിട്ട്, നിനക്കുള്ളതിനെ എല്ലാത്തിനേക്കാളും അധികമായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കും. ആ ദൈവത്തെ സ്നേഹിച്ചാൽ നീ ചോദിക്കുന്നത് എന്തും ഏറ്റവും വലിയ കാര്യങ്ങളും ദൈവങ്ങൾക്ക് നൽകുമെന്നുള്ള ഉറപ്പാണ്. ദൈവസ്നേഹം അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്